ഇതൊരു റേഞ്ച് റോവർ സ്പോർട്ട് 2017 മോഡൽ വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ബ്രേക്ക് പാഡ് മാറണം. ബ്രേക്ക് പാഡ് മാറാനുള്ളൊരു സർവീസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ഓൾറെഡി ബ്രേക്ക് പാഡ് ബേൺ ഔട്ടിന് മെസ്സേജ് ഉണ്ട്. അപ്പോൾ നോക്കിയറിയാം ബ്രേക്ക് പാഡ് ബേൺ ഔട്ട്. അപ്പോൾ ഇത് മാറാനുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അത് മാറാൻ വേണ്ടിയിട്ട് ബ്രേക്ക് പാഡ് റീപ്ലേസിങ് മോഡിലേക്ക് ഇടണം, റിയർ ബ്രേക്ക് പാഡ്. ഓക്കെ, പിന്നെ അതേപോലെ ജാക്ക് മോഡിലേക്ക് ഇടാനുള്ള ഓപ്ഷനുണ്ട്. ജാക്ക് മോഡിലേക്ക് ഇട്ട് വേണം വണ്ടി ലിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ജാക്ക് മോഡിലേക്ക് ഇടണം ബ്രേക്ക് പാഡ് റീപ്ലേസിങ്ങിൻ്റെ വീഡിയോ ആണിത്. ഇതിൽ നമുക്ക് ഫസ്റ്റ് ചെയ്യാനുള്ളത് സസ്പെൻഷൻ ലോക്ക് ചെയ്യണം. ലോക്ക് ചെയ്താൽ നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സസ്പെൻഷൻ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സസ്പെൻഷൻ ലോക്ക് ആക്സസ് ആയിട്ടുണ്ട് ബട്ടൺ. അതിൽ ആക്സസ് ആയിട്ട് ഇടുക, എന്നിട്ട് ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന സമയത്ത് സസ്പെൻഷൻ ലോക്ക് ആവും. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഹാൻഡ് ബ്രേക്ക് പാർക്കിംഗ് ബ്രേക്ക് റിലീസ് ചെയ്യണം. റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്കാനർ വേണം. സ്കാനറിൽ നമ്മൾ ചെയ്യാറ് സാധാരണ വണ്ടി ഓഫാക്കുക, കീ ഓൺ പൊസിഷനിൽ വയ്ക്കാം. ABS സ്പെഷ്യൽ ഫംഗ്ഷനിൽ നമ്മുടെ ഇതിൽ ഓപ്ഷൻ ഉണ്ട്, ബ്രേക്ക് പാഡ് റീപ്ലേസ്മെൻറ്റ് റിലീസ് ടു സർവീസ് പൊസിഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ അതിനകത്ത് പ്രൊസീജിയറുണ്ട്. ഓക്കെ കൊടുക്കാം. സ്റ്റാർട്ട് ചെയ്യിച്ചു. സർവീസ് പൊസിഷൻ അപ്പോൾ റിലീസാവും. കുറച്ച് സമയമെടുക്കും, എന്നാലും പെട്ടെന്ന് അതാവും. പാർക്കിംഗ് ബ്രേക്സിന് മെയിൻ്റനൻസ് മോഡ് നോക്കുന്നുണ്ട്. അതേപോലെ ഇതിൽ ആ മൊഡ്യൂൾ ഇനീഷ്യലൈസേഷൻ ആവും. ഓപ്പറേഷൻ സക്സസ്ഫുള്ളായി. എങ്ങനെയാണ് നമ്മൾ ബ്രേക്ക് പാഡ് റീപ്ലേസ്മെൻറ്റ് മോഡിലേക്ക് മാറ്റുക വണ്ടി? ഇത് ഓക്കെ അടിക്കാം. ഓക്കെ അടിച്ച് നമ്മൾ ബ്രേക്ക് പാഡ് മാറിയ ശേഷം ഇതിൽ വീണ്ടും നമ്മൾ എക്സിറ്റ് അടിക്കണം. ഈ പാർക്കിംഗ് ബ്രേക്ക് മോഡ് എക്സിറ്റ് അടിക്കണം. എക്സിറ്റ് അടിക്കുന്ന വീഡിയോ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ ബ്രേക്ക് പാഡ് റീപ്ലേസ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട് ബാക്ക്. അപ്പോൾ അതിനുശേഷം നമ്മൾ ബ്രേക്ക് പാഡ് റീപ്ലേസ്മെൻറ്റിൻ്റെ സർവീസ് മെനു എക്സിറ്റ് അടിച്ചു. അത് നമ്മൾ സ്കാനറിൽ തന്നെ ചെയ്ത് അതിനുശേഷം ജാക്ക് മോഡ് സസ്പെൻഷൻ ജാക്ക് മോഡ് റിലീസ് ചെയ്തു. വണ്ടി സസ്പെൻഷൻ ലിഫ്റ്റ് അപ്പും ഡൗൺ ചെയ്യാം. ഓക്കെ, ഇതാണ് ഈ പ്രൊസീജിയറാണ് നമ്മൾ ഫോളോ ചെയ്യാറ്.